എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നൊരു തനി നാടൻ പഴമയുടെ രുചിക്കൂട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കറി. അത് ഇറച്ചി കറി വെക്കുന്ന പോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിന്നൊന്ന് നോക്കാം. ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട്, നിങ്ങൾ പോയി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കടച്ചക്ക എടുക്കുന്ന ഉടനെ ഇത് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചെറിയ മുള്ളു പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഫ്ലാറ്റായിട്ടുള്ളത് എടുക്കണം. അതാണ് വിളഞ്ഞിട്ടുള്ളത്. കട്ടിയുള്ള തൊലിയുമാണ്, അപ്പോൾ അത് നമുക്കൊന്ന് ചെത്തിക്കളയണം. നല്ല വിളഞ്ഞ കടച്ചക്കയാണിത്. ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. തൊലി ചെത്തുന്ന ഭാഗം മാത്രം ഇച്ചിരി ഒരു മെനക്കേടാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് പോട്ടെന്ന് വയ്ക്കാം നമുക്ക്. അപ്പം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തൊലി ചെത്തി കളയാനായിട്ട് എളുപ്പമുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പീലർ ഉപയോഗിച്ച് വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ അതിൻ്റെ ആ സ്കിന്നിൻ്റെ എന്തെങ്കിലും ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചെത്തി കളയാം. കാര്യം തൊലി ഒട്ടും ഇരിക്കരുത് അതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ മടലും ആ ഭാഗവും നമ്മളിങ്ങനെ ചെത്തിക്കളയാം. കട്ടി കുറച്ച് ഇത് വെള്ളത്തിലേക്കൊന്ന് അരിഞ്ഞിടുക. കാര്യം അല്ലെങ്കിൽ കറുത്ത് പോകും. അതുകൊണ്ടാണ് ഇത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടാൻ പറഞ്ഞത്. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞിട്ടാൽ മതി. എല്ലാം ഒരേ കട്ടിയിൽ വേണം അരിയാൻ, അല്ലെങ്കിൽ ചിലത് വെന്തുപോകും, ചിലത് വേഗത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കടച്ചക്ക നമുക്ക് കുക്ക് ചെയ്യുന്ന ചട്ടിക്കകത്തൊക്കെ ഇടാം. വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അതിലേക്ക് ചുമന്നുള്ളി, 1-2 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, അതൊന്ന് പിച്ചി കീറിയുള്ള ക്രഷ്ഡായിട്ടുള്ള കറി ലീവ്സ് ഇടണം. മീറ്റ് മസാല, മഞ്ഞൾ, അല്പം ഉപ്പ്, പിന്നെ പച്ചമുളക്. ഇത് വേകാനായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കാര്യം ഈ കറി ഒരുപാട് അങ്ങ് ചാറായിട്ടല്ല വെക്കുന്നത്. പിന്നെ നമ്മൾ അരപ്പരച്ച് കഴിയുമ്പം അതിനകത്തൊരല്പം വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഒടുവിൽ ചാറാക്കുന്നത്. അപ്പം നമുക്കിത് വേകാനായിട്ട് വെക്കാം. ഇത് പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു വിസിൽ വെച്ചതിന് ശേഷം അത് വെന്തോന്ന് നോക്കണം, ഇല്ലെങ്കിൽ വല്ലാതെ വെന്തു പോകും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രഷർ കുക്കർ അല്ലാതെ വെക്കാനാണ്. ഇഷ്ടം പോലെ ചെയ്യാം, ഓവറായിട്ട് വെന്തു പോകാൻ പാടില്ല. അത് കുക്ക് ചെയ്യുമ്പോഴത്തേന് തന്നെ നമുക്ക് തേങ്ങ ചിരകിയത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിനുള്ള മസാല തയ്യാറാക്കണം. ഈ പാത്രം ചൂടാവുന്നതിന് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. ആ പെരിഞ്ജീരകം പൊട്ടുന്ന ഉടനെ തന്നെ നമ്മൾ തേങ്ങായി ഇടാം. ഇനി ഇത് ചെറിയ തീയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിൽ മൂത്ത് വരുന്തോറും അത് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഒരുപോലെ തേങ്ങ തിരുമിയാൽ അത് ഒരുപോലെ മൂത്ത് വരും. മൂത്ത് വരുന്നുണ്ട് നമുക്ക് കറിവേപ്പില ഇടാം. ഇതിപ്പോൾ ഇത്രയും മൂത്തത് മതി. ഞാൻ ആ തീ അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇനി നമ്മൾ പൊടി ഇടുമ്പോൾ അതും കരിഞ്ഞു പോകും. തന്നെയല്ല, ഈ തേങ്ങയും കരിഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. 1 സ്പൂൺ നോർമൽ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെയാണ് ഇടുന്നത്, കളർന്ന് വരാനായിട്ട്. രണ്ടും ഞാൻ കഴുകി ഉണങ്ങി വറുത്ത് പൊടിച്ചതാണ് വീട്ടിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. അരപ്പ് ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്കത് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. എപ്പോഴും അരപ്പുകളൊക്കെ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് അരയ്ക്കണം. അല്ല, നമ്മൾ അരപ്പരച്ചിട്ട് പിന്നെ ഉപ്പ് ചേർക്കാമെന്ന് വിചാരിക്കരുത്. അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് അരയ്ക്കുക. നമ്മുടെ കടച്ചക്ക ഇത് നല്ല കറക്റ്റായിട്ട് ജസ്റ്റ് കുക്ക്ഡ് ആണ്, അങ്ങനെ വേണം കുക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഷർ കുക്കർ ആണെങ്കിൽ ചിലപ്പം വല്ലാതെ അങ്ങ് വെന്തു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴി ഒന്ന് മിക്സി ഒന്ന് കഴുകി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. കൊഴുത്തിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ ചെറിയ തീ ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. അരപ്പെല്ലാം അതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേരാനായിട്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മുടെ പഴയ കാലത്തെ ഒരു സൂപ്പർ കറിയാണ്. ഇതിന് കടുക് വറുക്കുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആ പഴയ തനതായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അത്രയും ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് പുരട്ടി വെച്ച തേങ്ങാക്കൊത്തിടാം. അതല്ലെങ്കിൽ തേങ്ങാക്കൊത്തിൽ ഉപ്പ് പിടിക്കത്തില്ല. പിന്നെ നമ്മൾ വറക്കുന്നത് കൊണ്ട് ആ തേങ്ങ ഒന്ന് പകുതി വാടി വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് കൊച്ചുള്ളി ഇടാം. ഇനി ഉള്ളി മൂത്ത് വരുമ്പോഴത്തേന് തേങ്ങയും കറക്റ്റ് ആയിക്കോളും. ഇങ്ങനെ ഉള്ളി ബ്രൗൺ കളർ ആകുന്ന ഉടനെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. കറിവേപ്പിലയും കൂടി ഇടാം. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. ഈ ഇറച്ചിക്കറിക്കകത്ത് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കറി വയ്ക്കുന്നത് പോലെ തന്നെ ഒരു ടേസ്റ്റാണ്. ഒരുപക്ഷെ ഇറച്ചിക്കറിയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് കറിക്കകത്തേക്ക് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം. നമ്മുടെ കടച്ചക്ക കറി റെഡിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചിത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ്. ആൻഡ് സ്റ്റേ സേഫ്.